നമസ്കാരം. ഇത്രാസ് ഫുഡ് ചാനലിലേക്ക് ഞാൻ കുറേ ആയി ഇടാത്തത്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് ഹോസ്പിറ്റലിലായിപ്പോയി, 1-2 ആഴ്ച അഡ്മിറ്റായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാണ്ടിരുന്നത്. ഇടാൻ പറ്റിയിട്ടില്ല, അതാണ്. ഇന്ന് ഞാൻ ഒരു കോളിഫ്ലവറും ക്യാരറ്റും കൂടിയിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ ഒരു ബ്രെഡ് നമ്മൾ ഇങ്ങനെ വാങ്ങുന്ന ബ്രെഡ് ഉണ്ടല്ലോ, അത് ഒന്ന് എണ്ണയിൽ വാട്ടിയെടുക്കുന്നുണ്ട്. രണ്ടാഴ്ചയോളം ഹോസ്പിറ്റലിൽ കടന്നുപോയി. പിന്നെ അതുകൊണ്ടാണ് ചാനലിടാൻ കഴിയാഞ്ഞിന്. ഇതൊന്ന് വാട്ടിയെടുക്കുക, അല്ലെങ്കിൽ ഒരു പച്ച സാധാരണ ബ്രെഡിൻ്റെ ഒരു ചൊയ വരും. അതുകൊണ്ട് ഇതൊന്ന് വാട്ടിയെടുത്തിട്ട് നല്ല ഷേപ്പിൽ പീസായിട്ട് മുറിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ പൊട്ടിച്ചിട്ടതാണ്. അതിപ്പോൾ ഇതേപോലെ വാടി ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അതിന് ശേഷം ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി എല്ലാം വാട്ടാൻ വേണ്ടിയിട്ടാണ് ഉള്ളിയെല്ലാം വാട്ടുന്നുണ്ട്. അത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് കുറച്ച് കഴിഞ്ഞിട്ടിടാം. ഉള്ളി വാടാൻ വേണ്ടിയിട്ട് അതിനുള്ള ഉപ്പ് ഇടുന്നുണ്ട്. ഓരോ വിഷമം ഒന്ന് കഴിയുമ്പോൾ ഒന്ന് നേരം അങ്ങനെ ഓരോ വിഷമം ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ ഇനി ഞാൻ ശ്രമിക്കാം. രോഗം വന്നാലൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അതിങ്ങനെ കുറച്ച് സമയം വാടിയാൽ മതി. നല്ലോണം കരിഞ്ഞു പോകാതെ കൊണ്ട് നോക്കണം. ഇപ്പോൾ വാടി ഇത് ഏകദേശം വാടി. ഇനി നമുക്ക് ഇതിനകത്ത് പച്ചമുളകും ഇട്ട് തക്കാളി ഇടാം. കുറച്ച് സമയം നമുക്ക് ക്യാരറ്റ്, ഞാൻ 2 ക്യാരറ്റ് മുറിച്ച് വെച്ചിട്ടുണ്ട്, അതിടുന്നുണ്ട്. അത് നന്നായി പൊടിയായിട്ട് അരിയുന്നതിനെക്കാട്ടും തന്നെ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നതാണ് സുഖം. കാരണം എന്നാൽ ക്യാരറ്റ് അരിഞ്ഞു പോകാണ്ട് കടിക്കാൻ ഇങ്ങനെ കടിച്ച് തിന്നാൻ കിട്ടും. അവിടുന്ന് കുറച്ച് വേവാനുണ്ട്. ക്യാരറ്റ് കുറച്ച് കൊണ്ടിട്ടില്ലെങ്കിൽ ഇതാ കുറച്ച് വേവിട്ടായിരുന്നു. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കാം. ഏകദേശം ക്യാരറ്റെല്ലാം വെന്തിന്
കാരറ്റെല്ലാം വെന്തത്. ഇനി അതിനകത്തേക്ക് നമുക്ക് ഞാൻ നേരത്തെ കോളിഫ്ലവർ ഇങ്ങനെ മുറിച്ചിട്ടിട്ട് ഇങ്ങനെ ചെറുങ്ങനെ ആക്കി മഞ്ഞളും ഉപ്പും ഇട്ട് കുറച്ച് തിളക്കുന്ന വെള്ളം ഒഴിച്ച് വെച്ചാണ്. ഇനി അതും കൂടി അതിൻ്റെ അകത്തേക്ക് ഇടാം. ണ്ട് എന്നാൽ ഇത് കഴിഞ്ഞാൽ ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് മാറ്റുന്നുണ്ട്. അതിന് തേങ്ങാപ്പാലെല്ലാം ഒഴിക്കുമ്പോൾ വേവാനും ഇളക്കാൻ നല്ലൊരു ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ അകത്ത്. അതിലേക്ക് മാറ്റി ഇനി അതാടുന്ന് അങ്ങനെ ചെറിയ തീ ഇത് സിമ്മാക്കിയിട്ട് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് നിന്ന് അതിങ്ങനെ വേവണം. ഉള്ളിയും ക്യാരറ്റും ഇത് കുറച്ചേ വേകാനുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം തന്നെ ക്യാരറ്റ് വേവിച്ചത്. അല്ലെങ്കിൽ ഇത് കോളിഫ്ലവർ അടിഞ്ഞു പോകും. അതുകൊണ്ട് ഇനി ആ വെള്ളത്തിൽ നിന്ന് കുറച്ച് സമയം അതങ്ങനെ വേവട്ടെ. ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് മസാലയെല്ലാം ചേർക്കാനുണ്ട്. ആദ്യം ഞാൻ ചേർക്കുന്നത് കുറച്ച് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. കുറച്ച് ഇത് ഇങ്ങനെയൊന്നുമല്ല, ഓരോരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറേ ചേർക്കുന്നിട്ട് കുറേ ചേർക്കാം, കുറച്ച് ചേർക്കുന്നിട്ട് കുറച്ച് ചേർക്കാം. അത് ഓരോരാളെ ഇഷ്ടം പോലെ ചേർക്കാം. ഇനി അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് ഇടുന്നുണ്ട്. കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഇതിന് മുളക് പൊടി ഇടൂല, പച്ചമുളകും കുരുമുളക് പൊടിയുമാണ് ഇടുന്നത്. അപ്പോൾ ആ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും പൊടിൻ്റെ എരിവ് നല്ലപോലെ ഇതിനുണ്ടാവും. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ഇടാം. കുറച്ച് ഒരു നുള്ള് ഒരു കാ സ്പൂണ് അങ്ങനെ പറയാം. ഒരു കാ സ്പൂണാണ്. ഒരു കാ സ്പൂണും ഇട്ട് നല്ലപോലെ ഇളക്കണം. കാരണം അതെല്ലാ സ്ഥലത്തും പിടിച്ച് വരണം, ഗരം മസാലയും എല്ലാം. അത് നല്ലപോലെ ആയി. ഇനി അതിൻ്റെ അകത്ത് നമുക്ക് ഉപ്പെല്ലാം ഉണ്ടോ നോക്കാം. ഉപ്പെല്ലാം ഉണ്ട്. ഇതിനകത്ത് ഞാൻ പിന്നെ ഒരു തേങ്ങ ചിരണ്ടിയിട്ട് പിഴിഞ്ഞ പാലാണിത്. ആ പാല് ഞാൻ ഒഴിക്കുന്നുണ്ട്. ഈ പാൽ ഒഴിക്കുന്നത് കൊണ്ടാണ് ഞാൻ മുളക് പൊടി ഇടാത്തത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഗ്രീൻ പീസ് വേവിച്ചിടാം, ബീൻസ് വേവിച്ചിടാം, ഇതെല്ലാം ചെയ്യാം. ഇങ്ങനെയായി. ഒരു പതക്കുമ്പോഴേക്കും വാങ്ങി വെക്കണം. തേങ്ങാപ്പാൽ അധികം പതച്ചാൽ പിരിഞ്ഞു പോവും. രണ്ടാഴ്ച ഹോസ്പിറ്റലിൽ ഇവർക്ക് ചെറിയൊരു ഓപ്പറേഷൻ ഉള്ളതുകൊണ്ട് 2 ആഴ്ച മംഗലാപുരം ഹോസ്പിറ്റലിലേനു. അതുകൊണ്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഒന്നും പറ്റിയിട്ടില്ല. ഇനി 1-2 മാസം വരെ ഇനിയും 2 മാസം ഇടാതെ നിൽക്കേണ്ടി വരും. കാരണം എൻ്റെ മോൻ്റെ ഭാര്യ പ്രസവിക്കാനായി. അപ്പോൾ ഓളാണ് പ്രസവിക്കാൻ പോയാൽ അതും കുറച്ച് ദിവസം ഞാൻ ഇടൂല. അന്നേരത്തും ബ്രേക്ക് തന്നെ ആയിരിക്കും.
നിങ്ങളെല്ലാ വീഡിയോ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം. മറ്റുള്ളവർക്കും കൂടി അയക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം നിങ്ങൾ പറയണം. ഇതിപ്പോൾ ഒരു പതച്ചിട്ടാകുമ്പോൾ ഇത് കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നത് നല്ലതാണ്. അത് എരിവൊന്നും അങ്ങനെ ഉണ്ടാവില്ല. ഈ മുളക് പൊടി ഇടുന്നില്ല, അതുകൊണ്ടാണ്. ഇതൊന്ന് പറിച്ച് വാങ്ങാനാകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ബ്രെഡ് ഞാൻ ഒന്ന് ചൂടാക്കി വെച്ചിടാം. അല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ഉണ്ടാവും, അമിഞ്ഞ പോലെ ഉണ്ടാവും റൊട്ടി. അപ്പോൾ ഇതിടുമ്പോൾ നല്ല മുഖമുഖമൊന്നുണ്ടാവും റൊട്ടി തിന്നാൻ വേണ്ടിയിട്ട്. കൊട്ടി ഇടുന്ന കൂട്ടർ ഇട്ടാൽ മതി, ഇല്ലാത്ത നിർബന്ധമൊന്നുമില്ല കൊട്ടി ഇടണമെന്ന്. എന്നാലും ഞാനിവിടെ 2 കഷ്ണം കൊട്ടി കണ്ടതുകൊണ്ട് അതൊന്ന് നല്ല ടേസ്റ്റ് കൂടുകയേ ഉള്ളൂ, കുറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതൊന്ന് പറിച്ച് വരാനായിന്. ഇത് വറുത്തിടൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ മല്ലിച്ചപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് ബ്രെഡ് ഇടാം. ഗ്രീൻ പീസ് വേവിച്ചിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത്. ആയി ഞാൻ ഓഫാക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ അധികം പതക്കാൻ പാടില്ല. അധികം പതക്കുമ്പോൾ പിന്നെ പിരിഞ്ഞു പോകുന്ന മാതിരി ഉണ്ടാവും. അത് നല്ല ഇതിങ്ങനെ ആക്കി വെച്ച് നിങ്ങളെല്ലാവരും ഇത് ഒന്ന് വെച്ച് നോക്കണം. എനിക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയണം. ഇനി അടുത്ത വീഡിയോ എന്തായാലും ഞാൻ 1-2 വീഡിയോയും കൂടി ഇടാൻ വേണ്ടി ശ്രമിക്കാം.